പ്രകാശ് അവന്റെ വീട്ടിലെ ഒറ്റ മകനാണ്. അവനായിരുന്നു കുടുംബത്തിന്റെ മുഴുവൻ ചുമതല. അവൻ വീട് മുൻപോട്ട് നോക്കാൻ വേണ്ടി ഒരു ഫാക്ടറിയിൽ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി നോക്കിയിരുന്നു. പ്രകാശിന്റെ കുടുംബത്തിൽ അമ്മയും അച്ഛനും ഭാര്യയും അനിയത്തിയും മകളും മകനും ഉണ്ട്. പട്ടിണിയിലായിരുന്നെങ്കിലും അവന്റെ കുടുംബം എങ്ങനെയോ മുൻപോട്ടു പോയി. ഒരിക്കൽ അവന്റെ വീടിന്റെ അടുത്ത് പുതിയ അയൽവാസികൾ വന്നു. പുതിയ അയൽവക്കം വന്നെന്നാ തോന്നുന്നത്. അപ്പോൾ വീടിനകത്തുനിന്ന് മരുമകൾ പറഞ്ഞു, അച്ഛാ, അകത്തേക്ക് വരൂ, ഭക്ഷണമെല്ലാം റെഡിയായി. വരുവാ മോളെ. കുറച്ചു നേരത്തിനുള്ളിൽ അവർ ഭക്ഷണമെല്ലാം കഴിച്ചു. നമ്മുടെ അയൽവക്കത്തെ ബംഗ്ലാവില്ലേ, അവിടെ ഒരു വലിയ കാറിൽ ആൾക്കാർ വന്നിട്ടുണ്ട്. അവർ നമ്മുടെ അയൽവക്കമായതുകൊണ്ട് അവരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കണ്ടേ? അവരൊക്കെ പണക്കാരാ. നമ്മൾ ദരിദ്രരുടെ കയ്യിൽ നിന്നും റൊട്ടി കഴിക്കുമോ? അതും ഈ ഉണങ്ങിക്കരിഞ്ഞ റൊട്ടി. എല്ലാവരും എങ്ങനെയൊക്കെയോ ഉണങ്ങിക്കരിഞ്ഞ റൊട്ടി കഴിച്ചു. എന്നാൽ സന്ധ്യ കഴിക്കാനിരുന്നപ്പോൾ എല്ലാ ഭക്ഷണവും തീർന്നു. അയ്യോ, ഭക്ഷണമെല്ലാം തീർന്നല്ലോ. ഇനി വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങാം. ഇതെന്താ ചേച്ചി, ഞങ്ങൾക്കെല്ലാം ഭക്ഷണം തന്ന ചേച്ചി വെറും വയറിൽ കിടക്കുവാണോ? ഞങ്ങൾ പട്ടിണി കിടക്കരുത്, അതുകൊണ്ടാ ചേച്ചി പട്ടിണി കിടക്കുന്നത്. നമ്മളുടെ ഈ ദാരിദ്ര്യം കാരണം നിനക്ക് ഭക്ഷണം പോലും തരാൻ പറ്റുന്നില്ല മോളെ. അതൊന്നും കുഴപ്പമില്ലമ്മേ. നിങ്ങൾ എല്ലാവരും എന്നെ ഇങ്ങനെ ഇത്രയും സ്നേഹിക്കുമ്പോൾ ഭക്ഷണം നിങ്ങൾ കഴിച്ചാൽ ഞാൻ കഴിച്ചതുപോലെയാ. കുഴപ്പമൊന്നുമില്ല. മരുമകൾ പറയുന്നത് കേട്ട് അമ്മായിയമ്മ കരഞ്ഞു. സന്ധ്യ വളരെ നല്ലവളാണ്. അവൾക്ക് അവളുടെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ കുറച്ചുനാൾ അകന്നുപോയി. ഒരിക്കൽ, നോക്കൂ, വീട്ടിൽ സാധനവുമില്ല, പച്ചക്കറിയുമില്ല. കഴിക്കാൻ എന്തുണ്ടാക്കും? അമ്മയുടെ മരുന്നും തീർന്നുപോയി. ഇത് കേട്ടപ്പോൾ പ്രകാശ് തന്റെ പോക്കറ്റിൽ കൈയിട്ട് ഒരു പഴയ 100 രൂപയുടെ നോട്ടെടുത്തു. തൽക്കാലം ഇത് പിടിക്ക്. ശരി. അവൾ ചന്തയിൽ പോയി അവളുടെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ച ശേഷം കുറച്ച് പൈസ ബാക്കിയുണ്ട്, പച്ചക്കറി വാങ്ങിക്കാം. ചേട്ടാ, 1 കിലോ വഴുതനങ്ങ തരൂ. പച്ചക്കറിക്കടക്കാരൻ പച്ചക്കറി കൊടുത്തപ്പോൾ സന്ധ്യ അവന് 30 രൂപ കൊടുത്തു. അപ്പോൾ കടക്കാരൻ അവളോട് ദേഷ്യത്തിൽ പറഞ്ഞു, നിനക്കെന്താ വട്ടുണ്ടോ? ഇത്രയും പറ്റില്ല, 80 രൂപയായതിന്. പക്ഷേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ എല്ലാത്തിനും 30 രൂപയാണെന്ന്? 30 രൂപയ്ക്ക് ഞാൻ മുളക് കിട്ടുമെന്നാ പറഞ്ഞത്. പൊക്കോ ഇവിടുന്ന്. ഇങ്ങനെ പറഞ്ഞ് കടക്കാരൻ അവളെ തള്ളി മാറ്റി. അവൾ പുറമോട്ട് പോയപ്പോൾ പുറകിൽ നിന്ന ഒരു പണക്കാരി യുവതിയെ അവൾ ഇടിച്ചു. കുഴപ്പമില്ലല്ലോ. സന്ധ്യ, നീയോ? പൂർവി, നീയോ? സുഖമാണോ? നിന്നെ കണ്ടിട്ട് വർഷങ്ങളായല്ലോ. ഞാനും എത്ര വർഷം കഴിഞ്ഞിട്ടാ നിന്നെ കാണുന്നത്. എന്റെ കൂടെ വീട്ടിലേക്ക് വാ, നമുക്ക് കൂട്ടുകാർക്കെന്ന് ഒരുപാട് സംസാരിക്കാനുണ്ട്. പൂർവിയുടെ കൂടെ അവളും കാറിൽ കയറിപ്പോയി. അവളുടെ വലിയ വീട്ടിൽ പോയപ്പോൾ സന്ധ്യ ഞെട്ടിപ്പോയി. പൂർവി, ഇത് നിന്റെ വീടാണോ? അതെ, കുറച്ചു നാൾ മുമ്പെയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തുപറ്റി? നിന്റെ ബംഗ്ലാവിന്റെ അടുത്താണ് എന്റെ വീടും. നമ്മുടെ നിമിത്തം നോക്കൂ പൂർവി, നമ്മൾ ഇതുവരെ കൂട്ടുകാരായിരുന്നു, ഇപ്പോൾ അയൽവക്കക്കാരും. നിനക്ക് സന്തോഷമായില്ലേ സന്ധ്യേ? അതെ, എനിക്ക് സന്തോഷമായി. ഇവൾ അറിയാൻ പാടില്ല ഞാൻ ഇപ്പോഴും ഒരു ദരിദ്രവാസിയാണെന്ന്, എന്റെ കല്യാണം കഴിഞ്ഞിട്ടും. കുറച്ചു കഴിഞ്ഞ് അവൾ വീട്ടിൽ പോയപ്പോൾ എല്ലാവരും വിഷമിച്ചിരിക്കുന്നത് കണ്ടു. അയ്യോ, എന്തുപറ്റി? എല്ലാവരും എന്താ വിഷമിച്ച്? പ്രകാശ് ഇന്ന് വേഗം വീട്ടിൽ വന്നല്ലോ. നമ്മൾ ദരിദ്രരുടെ കഷ്ടപ്പാടെല്ലാം എന്നു മാറുമെന്ന് ഒരു പിടിയുമില്ല. മോളെ, പ്രകാശിനെ മുതലാളി ജോലിയിൽ നിന്നും പുറത്താക്കി. എന്താ ദൈവമേ, ഇതെന്താ ഇത്? വീട്ടിൽ ഗോതമ്പ് പൊടി പോലുമില്ല. അപ്പോൾ പൂർവി അവരുടെ വീട്ടിലേക്ക് വന്നു. സന്ധ്യ, നീ എവിടാ? നോക്ക്, ഞാൻ എന്താ കൊണ്ടുവന്നേന്ന്. അയ്യോ, അത് പൂർവിയാ. അവൾ അകത്തു വന്ന് ഞങ്ങൾ ഇങ്ങനത്തെ ഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് കണ്ടാൽ അവൾക്ക് വിഷമമാകും. അതുകൊണ്ടവൾ വേഗം വാതിലിനടുത്തേക്ക് പോയി ആ സാധനം വാങ്ങി. പറ പൂർവി. ഞാനെന്റെ ഭർത്താവിന് വേണ്ടി ഷായി പനീറിന്റെ കറി ഉണ്ടാക്കിയതാ. അപ്പോഴാ ഓർമ്മ വന്നത്, നിനക്കും ഇഷ്ടമല്ലേ, അതുകൊണ്ട് കൊണ്ടുവന്നതാ. ഓ അതെയോ, നന്ദി. അവൾ വാതിൽക്കൽ തന്നെ കറി വാങ്ങി. പൂർവിയും തിരിച്ചുപോയി. സന്ധ്യ കറിയുമായി അകത്തേക്ക് വന്നു. മോളെ, ഇത് നമ്മുടെ അടുത്തുള്ള വീട്ടിലെ ആളല്ലേ? അവൾ അടുത്തുള്ള ആൾ മാത്രമല്ല, എന്റെ നല്ല കൂട്ടുകാരിയാ. എന്റെ ബാല്യകാല സുഹൃത്ത്, ഉറ്റ സുഹൃത്ത്. അയ്യോ, അത് നല്ല കാര്യമാണല്ലോ ചേച്ചി. ചേച്ചിയുടെ കൂട്ടുകാരി അടുത്തു തന്നെ താമസിക്കുന്നത്. അമ്മേ, ആ കറി തരുമോ? അതിൽ നിന്ന് നല്ല മണം വരുന്നുണ്ട്. മോളെ, ഇപ്പോൾ തരാം. സന്ധ്യ എല്ലാവർക്കും കറി വിളമ്പി. അന്ന് ആദ്യമായിട്ടാണ് അവർ ഇത്രയും നല്ല കറി കഴിക്കുന്നത്. അവർ കറി കഴിച്ച് ഒരുപാട് സന്തോഷിച്ചു. അവിടെ പൂർവി അപ്പോഴും സന്ധ്യയെക്കുറിച്ച് തന്നെ ഓർത്തു. എന്തോ ഒരു കാര്യം സന്ധ്യ എന്നോട് മറയ്ക്കുന്നുണ്ട്. ഇന്നവൾ എന്നെ വീട്ടിൽ കയറ്റിയതേയില്ല, പിന്നെ വീട്ടിലുള്ളവരെയും കണ്ടില്ല. ഉറപ്പായും എന്തോ അവൾ മറച്ചു വയ്ക്കുന്നുണ്ട്. എനിക്കതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ പോയേ പറ്റൂ. അടുത്ത ദിവസം സന്ധ്യയ്ക്ക് കുറെ ഗിഫ്റ്റുകളുമായി അവളുടെ വീട്ടിലേക്ക് പോയി. നമസ്കാരം അമ്മേ, ഞാൻ പൂർവി, സന്ധ്യയുടെ കൂട്ടുകാരിയാണ്. മോൾ പറഞ്ഞിരുന്നു. വാ മോളെ, വന്നിരിക്കെ. സരള തന്റെ സാരിത്തുമ്പുകൊണ്ട് ആ കസേര വൃത്തിയാക്കി. എന്നാൽ പൂർവിയോ തറയിലിരുന്നു. അയ്യോ, ഇതെന്താ നിങ്ങൾ തറയിലിരുന്നത്? കസേരയിലിരിക്കൂ.
ഞങ്ങൾ ദരിദ്രരാണ്, ഞങ്ങൾ തറയിൽ തന്നെ ഇരിക്കണം. പക്ഷേ നിങ്ങൾ അതെന്താ, പണക്കാർക്ക് തറയിലിരിക്കാൻ പാടില്ലേ? പോയി എനിക്ക് ഭക്ഷണം കൊണ്ടുവരൂ. ഞാൻ നിങ്ങൾക്ക് ഭക്ഷണവും ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഭക്ഷണം? താങ്ക് യു ആന്റി. എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. കുറെ ദിവസങ്ങളായി റൊട്ടി പോലും കഴിച്ചിട്ടില്ല. ഒറ്റ റൊട്ടിയാണ് കഴിക്കുന്നത്. ഇന്നലെയാണെങ്കിൽ ഒന്നും കഴിച്ചില്ല. മിണ്ടാതെ അനു. അവൾ മിണ്ടിയാൽ എന്താ? അവൾ പറയുന്നത് പറയട്ടെ. സന്ധ്യ, നമ്മൾ ചെറുപ്പം മുതൽ ഒന്നിച്ച് പഠിച്ചവരാ. ചെറുപ്പം മുതൽ യൗവനം വരെ ഫ്രണ്ട്സാ. നീ എന്നെ അന്യയായി കാണരുത്. നീ ഇതെല്ലാം എന്നോട് മറച്ചു വെക്കരുതായിരുന്നു. നീ എന്നോട് ഇങ്ങനെ ചെയ്യാതെ എല്ലാ കാര്യം എന്നോട് പറ. അത് ഒന്നുമില്ല പൂർവി. ഇതെല്ലാം പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കണ്ടാന്ന് കരുതി. നിനക്ക് എന്നോട് സഹായം ചോദിക്കാൻ വയ്യ അല്ലേ? ചേട്ടാ, ഇതിൽ കുറച്ച് പൈസയുണ്ട്. ഇതുകൊണ്ട് എന്തെങ്കിലും ജോലി തുടങ്ങൂ. എന്നാൽ ഞാനിത് എങ്ങനെ തിരികെ തരും? ജോലി കിട്ടിക്കഴിയുമ്പോൾ തിരിച്ചു തന്നോളൂ. അല്ലെങ്കിൽ അനിയത്തിയാണെന്ന് കരുതി വെച്ചോളൂ. നീ വളരെ നല്ലവളാണ് പൂർവി. സുഹൃത്തുക്കൾ രണ്ടുപേരും തമ്മിൽ കെട്ടിപ്പിടിച്ചു. അങ്ങനെ പ്രകാശും ഒരു പലചരക്ക് കട തുടങ്ങി. അവനവിടെ നല്ല കച്ചവടവും കിട്ടി. കുറച്ചു ദിവസം കൊണ്ട് അവൻ പൂർവിയുടെ പണവും കൊടുത്തു. അവനും ഒരു വലിയ വീടും വച്ചു. അങ്ങനെ രണ്ടു സുഹൃത്തുക്കളും അയൽവാസികളായി സന്തോഷമായി ജീവിച്ചു. ആരതി, നീ കല്യാണത്തിൽ സന്തുഷ്ടയല്ലേ? അതെ. അറിയാമോ, നിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ മുതലേ ഉറപ്പിച്ചതാണ് ദൈവം നിന്നെ എനിക്കു വേണ്ടി ജനിപ്പിച്ചതാണെന്ന്. അതുപോലെ നോക്ക്, എന്റെ അമ്മയ്ക്കും അച്ഛനും നിന്നെ ഇഷ്ടമായി. അതുപോലെ നിന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെയും. ഇനി നീ പറ, എന്നെ ഇഷ്ടമായോ നിനക്ക്? നിന്നോട് അഭിപ്രായം ചോദിച്ചിരുന്നോ? അത് ഇല്ല. അയ്യോ, അതെന്താ അങ്ങനെ? കല്യാണം കഴിക്കേണ്ടവരുടെ അഭിപ്രായം ചോദിക്കേണ്ടതല്ലേ? അത് ഞങ്ങളുടെ ഗ്രാമത്തിൽ പെൺകുട്ടികളോടൊന്നും ചോദിക്കാറില്ല. അത് ശരിക്കും തെറ്റായിപ്പോയി. ഞാൻ നിങ്ങളെ ശരിക്കും ഒന്ന് കണ്ടതേയില്ല. വെറും ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ നീയെന്ന് എന്റെ അടുത്ത് തന്നെ ഇരുന്നതല്ലേ? അതെ, ഇരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ മുഖമുയർത്തി താങ്കളെ നോക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. ശരി, ഇനി കാണാമല്ലോ. കാരണം നീ ഇനി ഒരിടത്തേക്കും പോകില്ല. നീ ഇവിടേക്ക് വന്നില്ലേ, ഇനി ജീവിതകാലം മുഴുവനും എന്റെ കൂടെ തന്നെ. ആരതി ശരിക്കും ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ്. അവളുടെ കല്യാണം അടുത്തുള്ള ഗ്രാമമായ സൂരജ്പൂരിലെ അനിലുമായി നടന്നു. അനിൽ വളരെ നല്ലവനും സത്യസന്ധനുമായിരുന്നു. 2 ദിവസത്തിനു ശേഷം. ആഹാ, ഈ പൊറോട്ട ആരാ ഉണ്ടാക്കിയത്? എന്താ, എന്തുപറ്റി? എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? ഇതിന് അമ്മയുണ്ടാക്കുന്നതിന്റെ രുചിയല്ല. ഇത് ജ്യേഷ്ഠത്തി ഉണ്ടാക്കിയതാ. അതാ ഞാൻ പറഞ്ഞത്, പൊറോട്ടയ്ക്ക് നല്ല രുചിയുണ്ട്. ചേട്ടത്തി എവിടെ? അവൾ കഴിച്ചില്ല, വരുന്നതേ ഉള്ളൂ. എനിക്ക് സന്തോഷമായി. ചേട്ടന് ഇങ്ങനൊരു ഭാര്യ കിട്ടിയല്ലോ. എന്താ അങ്ങനെ പറഞ്ഞത്? ചേച്ചിക്ക് അറിയില്ല, ഈ ചേട്ടനൊരു പാവമാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു ചേട്ടനൊരു നല്ല പെൺകുട്ടിയെ നോക്കാൻ. പക്ഷേ വിധി നോക്ക്, ചേട്ടന് സുന്ദരിയായൊരു പെണ്ണിനെ തന്നെ കിട്ടി. ലതയുടെയും ഹരിയുടെയും വീട് സന്തോഷമായി പോയിരുന്നു. മൂത്തമകൻ അനിൽ സത്യസന്ധനും നല്ലവനുമായിരുന്നെങ്കിൽ ചെറിയ മകൻ സുനിൽ വികൃതിയും കുസൃതിയുമായിരുന്നു. പതുക്കെ ആരതി തന്റെ സ്വഭാവം കൊണ്ട് എല്ലാവരുടെയും ഹൃദയം കീഴടക്കി. ആരതി സുനിലിനെയും നന്നായി മനസ്സിലാക്കിയിരുന്നു. സുനിൽ ചേട്ടാ, കഴിക്കാൻ എന്താണിപ്പോൾ വേണ്ടത്? ചേച്ചി എന്നോട് ചോദിക്കുന്നു? എന്നും ഞാൻ വീട്ടിലെ മുതിർന്നവരോടാണ് ചോദിക്കുന്നത്. പക്ഷേ വല്ലപ്പോഴും വീട്ടിലെ ഇളയാളോടും ഇഷ്ടമൊക്കെ ചോദിക്കണ്ടേ? കൊള്ളാം ചേച്ചി, ചേച്ചി അടിപൊളിയാണെന്ന് ഇന്ന് തെളിയിച്ചു. അല്ലെങ്കിൽ എന്നോടൊക്കെ ഇതിനെക്കുറിച്ച് ചോദിക്കുമോ? എനിക്കെന്ത് ഇഷ്ടമാണെന്നോ? ചേച്ചി, അത് പിന്നെ ചേച്ചിയോട് എനിക്കൊന്ന് സംസാരിക്കണം. പറയൂ ചേട്ടാ. ഇവിടെ വെച്ചല്ല, അച്ഛനും അമ്മയും കേട്ടാൽ അത് പ്രശ്നമാകും. ഒരു കാര്യം ചെയ്യേ, ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ടെറസിൽ സംസാരിക്കാം. ശരി, ഞാൻ വരാം. ഇങ്ങനെ പറഞ്ഞ് സുനിൽ ഉടനെ ടെറസിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരതിയും വന്നു. ടെറസ് കാണാൻ നല്ല രസമുണ്ടല്ലോ. നല്ല കാലാവസ്ഥയും. ചേച്ചി കാലാവസ്ഥ കണ്ട് സന്തോഷിച്ചു. ഇവിടെ എന്റെ ജീവിതം തന്നെ സങ്കടത്തില. എന്നെ സഹായിക്കു ചേച്ചി. എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ചേച്ചിക്ക് കമലാപുരം ഗ്രാമം അറിയില്ലേ? അവിടെ ഋതു എന്നൊരു പെൺകുട്ടിയുണ്ട്. അവളെ എനിക്കിഷ്ടമാ. ദൈവമേ, എന്താ ഈ പറയുന്നത്? പ്രണയവിവാഹം കഴിക്കാൻ പോകുകയാണോ? അതെ ചേച്ചി, പക്ഷേ ഋതുവിന് വേണ്ടി കുറച്ച് ആലോചന വന്നിട്ടുണ്ട്. അവളുടെ കല്യാണവും ആരുടെ കൂടെയെങ്കിലും നടക്കും. അവളവിടെ എന്നെയും കാത്തിരിക്കുക. എനിക്ക് പോയേ പറ്റൂ. ശരി, ഞാൻ ശ്രമിച്ചു നോക്കാം. സുനിൽ പാവം പിടിച്ച ആരതിക്ക് ഒരു വലിയ പണിയാണ് കൊടുത്തത്. അങ്ങനെ ആരതി വീട്ടിൽ പറഞ്ഞ് അവരെയെല്ലാം സമ്മതിപ്പിച്ചു. ഒടുവിൽ സുനിലിന്റെ കല്യാണം ഋതുവിനോടൊപ്പം നടന്നു. ഋതു ഒരു പണക്കാര വീട്ടിലെ പെൺകുട്ടിയാണ്. ഇതെന്താ അമ്മേ, നിങ്ങൾ അടുപ്പിലാണോ ഭക്ഷണമുണ്ടാക്കുന്നത്? അതേ മരുമകളെ.
എന്താ അമ്മേ, ഇക്കാലത്ത് അടുപ്പിലൊക്കെ ആരാ ഭക്ഷണം ഉണ്ടാക്കുന്നത്? അയ്യോ, ഞാനുണ്ടാക്കുമല്ലോ. നിന്റെ ചേട്ടത്തി ആരതി ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകളും ഉണ്ടാക്കും. അമ്മേ, ഇപ്പോൾ ഗ്യാസ് അടുപ്പിന്റെയൊക്കെ കാലമാണ്. വിറകിന്റെ ആവശ്യവുമില്ല, പുകയുടെ ചിന്തയുമില്ല, ചാരവും വരണ്ട. ഹാ, ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ ഗ്യാസിൽ റൊട്ടി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എന്താ? ഹഹഹഹ. അയ്യോ അല്ല അമ്മേ, അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് അടുപ്പിൽ ഭക്ഷണമുണ്ടാക്കാം. ശരി മോളെ. എല്ലാം നീ പറയുന്നത് പോലെ. ഋതു ഇളയ മരുമകളായി വന്നതിനു ശേഷം ഋതു എപ്പോഴും ആരതിയോട് ജോലി പറയുമായിരുന്നു. എന്നാൽ വീട്ടിലെ കാര്യമോർത്ത് ആരതി ഒന്നും തന്നെ മിണ്ടിയില്ല. അങ്ങനെ പതുക്കെ പതുക്കെ ഋതു ആരതിക്കും അമ്മായിയമ്മയ്ക്കും ഗ്യാസ് സ്റ്റൗവിൽ പാചകം ചെയ്യാൻ പഠിപ്പിച്ചു. അങ്ങനെ ഒരിക്കൽ ആരതി ആ ഗ്യാസ് സ്റ്റൗവിൽ ഭക്ഷണമുണ്ടാക്കാനായി പോയപ്പോൾ അവളുടെ കയ്യിൽ നിന്നും കുക്കർ താഴെ വീണു. സ്റ്റൗവും ചെറുതായൊന്നു പൊട്ടി. നീ എന്താ ചെയ്തത്? അടുപ്പിൽ ഭക്ഷണമുണ്ടാക്കിക്കൊണ്ടിരുന്ന നിനക്ക് സ്റ്റൗ കിട്ടിയപ്പോൾ ഇത്രയും അഹങ്കാരമോ? ഋതു, എന്താ ഈ പറയുന്നത്? എനിക്കൊരു തെറ്റു പറ്റിയതാ. പിന്നെ ഞാൻ നിന്റെ ജ്യേഷ്ഠത്തിയല്ലേ? നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ അല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ അച്ഛൻ തന്ന സ്റ്റൗവാ ഇത്. നഗരത്തിൽ നിന്ന് ഇത് കൊണ്ടുവരാൻ എത്ര രൂപയാകും? എനിക്കറിയുകയുമില്ല, അറിയേണ്ടതുമില്ല. മനസ്സിലായോ? ആഗ്രഹമോ? നിനക്ക് പൈസയുമില്ല, കാറുമില്ല. ഇന്നു മുതൽ എന്റെ ഗ്യാസ് സ്റ്റൗവിൽ കൈവച്ചു പോകരുത്, മനസ്സിലായോ? എന്റെ ഫ്രിഡ്ജിലും പിന്നെ ഒരു സാധനത്തിലും. ശരി ഋതു, നീ പറഞ്ഞത് തന്നെയാ ശരി. അന്ന് ആരതി ഒരുപാട് കരഞ്ഞു. എന്നാൽ ഋതു ഒന്നും കാര്യമാക്കിയില്ല. പക്ഷെ ഇത്രയൊക്കെ നടന്നിട്ടും ലത ഋതുവിനെ ഒന്നും പറഞ്ഞില്ല. വൈകുന്നേരം അനിൽ ജോലി കഴിഞ്ഞു വന്നപ്പോൾ ആരതി എല്ലാം പറഞ്ഞു. അത് വളരെ തെറ്റായിപ്പോയല്ലോ. ഞാൻ ഋതുവിനോടും അമ്മയോടും സംസാരിക്കാം. വേണ്ട വേണ്ട, അമ്മ അവളുടെ ഭാഗത്തേ നിൽക്കുകയുള്ളൂ. പിന്നെ ഋതുവും പൈസയുടെ അഹങ്കാരം കൊണ്ടാ ഇങ്ങനെ പറഞ്ഞത്. ഇന്നു മുതൽ ഈ ടെറസാണ് എന്റെ അടുക്കള. നമുക്കിവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. ശരി ആരതി, നീ പറയുന്നത് പോലെ. ഞാൻ എന്നും നിന്റെ കൂടെയാ. 2 ദിവസങ്ങൾ കഴിഞ്ഞു. എന്നാലും മഴ കുറഞ്ഞില്ല. അതുകാരണം പതുക്കെ പതുക്കെ ഗ്രാമത്തിൽ വെള്ളവും ഉയർന്നിരുന്നു. നോക്കി നിൽക്കെ അതൊരു വെള്ളപ്പൊക്കമായും മാറി. മോളെ ഋതു, നോക്ക്, വീട്ടിലെല്ലാം വെള്ളം കയറി. ഇപ്പോൾ എന്തു ചെയ്യും അമ്മേ, എന്തു ചെയ്യും? ആദ്യം അടുക്കളയിൽ പോയി നീ നിന്റെ ഗ്യാസ് അടുപ്പെടുക്ക്. പെട്ടെന്ന് ചെയ്യ്, നമുക്ക് മുകളിൽ പോകാം. അവിടെ ആരതിയുടെ അടുക്കളയിൽ കൊണ്ടുപോയി വെക്കാം. അവൾ ഒന്നും പറയില്ല. പേടിയോടെ ഋതു തന്റെ ഗ്യാസ് സ്റ്റൗ ഉപേക്ഷിച്ച് ജീവൻ രക്ഷിക്കാനായി ടെറസിലേക്ക് പോയി. അവൾ കണ്ടു ലതയും കുടുംബവും ആരതിയുടെ ചെറിയ ടെറസിൽ ഇരിക്കുന്നു. അവൾ മഴ നനഞ്ഞിരുന്നു. എന്നാൽ ആരതിയുടെ അടുക്കളയിലേക്ക് വരാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു. വെളിയിൽ നിൽക്കാനാണെങ്കിൽ നിന്നോ, അകത്തേക്ക് വന്നില്ലെങ്കിൽ നാളെ വല്ല പനിയും പിടിക്കും അനുജത്തി. ഋതു ഒരു നാണക്കേടോടെ ആരതിയുടെ അടുക്കളയിലേക്ക് കയറി. ആരതി പറഞ്ഞു, വൈകുന്നേരം കടലയും റൊട്ടിയുമാ. ഋതു, നീ കഴിക്കുമോ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണോ? ആരതി പറയുന്നത് കേട്ട് ഋതുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു. ഈ മണ്ണുകൊണ്ടുള്ള അടുപ്പ് അത്ര മോശമൊന്നുമല്ല. കുറച്ച് സമയമാകും, പക്ഷേ നല്ല ഭക്ഷണമായിരിക്കും. ചേച്ചി, എന്നെയും പഠിപ്പിക്കുക ഈ അടുക്കളയിൽ പാകം ചെയ്യാൻ. കാരണം എന്റെ ഗ്യാസ് സ്റ്റൗ വെള്ളത്തിൽ കിടക്കുക. ഋതു പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു. പിന്നെ ആരതിയുടെ ടെറസിലെ അടുക്കളയും അടുപ്പും കുടുംബത്തിന് തന്നെ രക്ഷകനായും മാറി.